നല്ല രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്ത ഹ്യൂമർ പരിപാടികൾക്കൊപ്പം സ്വല്പം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ബ്ലെൻഡ് ചെയ്ത ഒരു മികച്ച ആനിമേഷൻ സിനിമയായിരുന്നു 2016 പുറത്തു വന്ന സൂട്ടോപ്പിയ. സ്റ്റീരിയോ ടൈപ്പുകളെയൊക്കെ ചെറുതായിട്ട് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ആ പടത്തിലെ കോൺഫ്ലിക്റ്റും സാധാരണഗതിയിൽ നമ്മൾ ആനിമേഷൻ സിനിമകളിൽ കാണുന്ന കോൺഫ്ലിക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. സൂട്ടോപ്പിയയുടെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ക്യാൻവാസ് കുറച്ചുകൂടെ വലുതാണ്. സംവിധായകനായിട്ടുള്ള ജെഡ് ബുഷ് ഇത്തവണ ഇൻക്ലൂസിവിറ്റി എന്നൊരു ആശയത്തിലേക്ക് കൂടുതൽ ഊന്നിക്കൊണ്ടാണ് കഥ പറയുന്നത്. പുതിയ ഡൈനാമിക്കിൽ കൂടുതൽ തമാശകളിലൂടെ കഥ പറയുന്ന മറ്റൊരു എന്റർടൈനിങ് സിനിമയാണ് സൂട്ടോപ്പിയ 2. ജൂഡി ഹോബ്സും നിക് വൈൽഡും ഇപ്പോൾ ഒരു ടീമാണ്. ഊഹിക്കാവുന്നത് പോലെ ജൂഡിയുടെ അമിതാവേശം കാരണം രണ്ടുപേരും ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. പാർട്ട്ണർ തെറാപ്പി എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് രണ്ടുപേരോടും പോകാൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന അവസ്ഥ വരെ സംഭവിക്കുന്നുണ്ട്. ഒരു പാമ്പ് ആ ഇടയ്ക്ക് സിറ്റിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട് എന്ന് ജൂഡിക്ക് മനസ്സിലാവുന്നതിന് ശേഷം പുള്ളിക്കാരി നടത്തുന്ന അന്വേഷണവും ആ പാമ്പ് ആരാണ് എന്നതും ഒക്കെയാണ് സൂട്ടോപ്പിയ 2-ൽ നമ്മൾ കാണുന്നത്. മനുഷ്യന്മാരുള്ള ലോകത്തിന് സമാനമായിട്ടൊരു ലോകം സൃഷ്ടിച്ച് അതിൽ മൃഗങ്ങളെ നമ്മുടെ തലയിലെ സ്റ്റീരിയോ ടൈപ്പുകൾക്ക് യോജിക്കുന്ന രീതിയിലോ ഒട്ടും യോജിക്കാത്ത രീതിയിലോ കാസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഫൺ പരിപാടി കാണിക്കുന്നതായിരുന്നു ഈ ഒരു സൂട്ടോപ്പിയ എന്ന ആശയം. ഈ ഒരു ലോകം ആളുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഒന്നാമത്തെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ആ രീതിക്കുള്ള കുറേ തമാശകൾ അതിലുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ സമയം കളയാൻ ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് പടം ഏകദേശം തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ ഈ പറഞ്ഞ പാമ്പുള്ള കോർ പ്ലോട്ടിലേക്ക് സിനിമ കടക്കുകയാണ്. ആത്മാർത്ഥമായ സൗഹൃദങ്ങളുടെ നടുവിൽ വരുന്ന വിള്ളലുകൾ, എല്ലാവർക്കും അവരവർ അർഹിക്കുന്ന ക്രെഡിറ്റ് കൊടുക്കുന്ന തുല്യതയുള്ള ഒരു സൊസൈറ്റി മുതലായ ആശയങ്ങളാണ് ഈ പടത്തിന്റെ ഒരു ഇമോഷണൽ സൈഡിൽ വരുന്നത്. കോമഡിക്ക് വേണ്ടി സെറ്റ് പീസുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ ഒരു കഥയിൽ അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് കഥ മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങളിലാണ് അവർ തമാശ സൃഷ്ടിക്കാൻ നോക്കുന്നത്. കാസ്റ്റിങ്ങിലൂടെയും കൊറിയോഗ്രാഫിയിലൂടെയും നമ്മളെ നല്ലപോലെ ചിരിപ്പിക്കുന്ന നിരവധി മൊമെന്റുകളുണ്ട്. അതിൽ എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ഓർമ്മയിൽ നിന്ന ഒരു സംഗതി, വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ഒരു ഓഫീസർക്ക് ഇമേജ് വെരിഫിക്കേഷൻ ക്യാപ്ച അടിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു സീനാണ്. സെന്റിമെന്റ്സിനെയും ഹ്യൂമറിനെയും നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിട്ടുള്ള തിരക്കഥയാണ് സിനിമയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഇതിലെ ഐക്കോണിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാനും സിനിമ മറക്കുന്നില്ല. ഫ്ലാഷ് എന്ന സ്ലോത്തിന്റെ ഈ പടത്തിലെ എൻട്രി ഈ വർഷത്തെ ഏറ്റവും മികച്ച ഫാൻ സർവീസ് മൊമെന്റുകളിൽ ഒന്നാണ്. വോയിസ് ആക്ടിങ്ങും ഒരുവിധം എല്ലാവരും മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വൾണറബിലിറ്റി പുറത്ത് കാണിക്കാൻ മടിക്കുന്ന കുറുക്കന്റെ ഒരു രീതി ജേസൺ ബേറ്റ്മാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജൂഡി ഹോബ്സിന്റെ അമിതാവേശം ജെന്നിഫർ ഗുഡ്വിൻ രസകരമായ രീതിയിൽ കാണിക്കുന്നുണ്ട്. കീ ഹുയി ക്വാൻ ആണ് ഈ സിനിമയിലെ ഏറ്റവും പുതിയ എൻട്രി. ഗ്യാരി എന്ന പാമ്പിന് വേണ്ടി ശബ്ദം കൊടുത്തിട്ടുള്ളത് പുള്ളിയാണ്. നിബിൾസ് എന്ന ബീവറിന്റെ ശബ്ദമായിട്ട് വന്ന ഫോർച്യൂൺ ഫെയിംസ്റ്റർ ആ കഥാപാത്രത്തിലൂടെ ഹ്യൂമർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പെരിഫറലായിട്ട് മാത്രമുള്ള റിയൽ വേൾഡ് പാരലലുകളല്ല സൂട്ടോപ്പിയ 2-ലുള്ളത്. ഇമോഷണലും പൊളിറ്റിക്കലുമായിട്ടുള്ള കാര്യങ്ങളും മൃഗങ്ങളുടെ ഈ ലോകത്തേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫൺ സൈഡിൽ ഒന്നാം പടത്തിനൊപ്പം തന്നെയും ബാക്കി കാര്യങ്ങളിൽ ഒന്നാമത്തെ സിനിമയേക്കാൾ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയതുമായ ഒരു ഫീല് നമുക്ക് കിട്ടും. നമ്മളെ നിർത്താതെ ചിരിപ്പിക്കാൻ പറ്റുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനുള്ള കോമഡി ആക്ഷൻ സെറ്റ് പീസുകളുടെ സഹായത്തോടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നൊരു സിനിമയാണ് സൂട്ടോപ്പിയ 2. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്